ചേച്ചിന്ന് വിളിക്കുന്നുണ്ട്. എന്നെക്കാ മൂത്തവർ വരെ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ എനിക്കറിയാം എന്നെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പ്രസവിക്കണം, കുഞ്ഞിനെ കാണണം, അങ്ങനെ ഒരു ചിന്ത. സിനിമയിൽ മാത്രമല്ല, ഈ സിറ്റ്കോം, സീരിയൽ അങ്ങനെയുള്ളതിലേക്ക് കഴിഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടി ആദ്യമായിട്ട് വാങ്ങിച്ചതാണ്. ഹലോ ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേയേറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ഉത്തരം കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസുകളാണ് മിക്കതും. അതിനുള്ള ആൻസർ ഇപ്പം തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ക്വസ്റ്റ്യൻ, എന്നാ ഡ്യൂ ഡേറ്റ് എന്നുള്ളത് സെയിം ക്വസ്റ്റ്യൻസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ UK തിരിച്ചു പോകുന്നതിനെ പറ്റി, പിന്നെ ഹസ്ബൻഡ് വരുന്നതിനെ പറ്റി, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു തുടങ്ങാം. അപ്പം പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഹെയർ കെയർ ടിപ്സിനെ പറ്റിയിട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ എൻ്റെ ഹെയർ വളരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒന്നും എൻ്റെ തലയിൽ ഉപയോഗിച്ചിട്ടില്ല ഇന്നേ വരെ. എനിക്ക് വേണമെങ്കിൽ ഈ മുടി കാണിച്ചിട്ട്, ഇതൊരു ആഡാക്കി കാണിച്ചിട്ട് കുറേ ലൈക്കും വ്യൂസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പാക്കും കുറേ ഓയിലും ഒക്കെ ഉപയോഗിച്ചിട്ട് യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഒക്കെ വീഡിയോ ഇട്ട് ആൾക്കാരെ പറ്റിക്കായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യാഞ്ഞത്, ഞാൻ ഇതുവരെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, ആഫ്റ്റർ ഡെലിവറി എൻ്റെ മുടിയുടെ കാര്യത്തെപ്പറ്റി എനിക്ക് ഒരു ഉറപ്പുമില്ല. അത് ചെയ്തത് UK പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്നും തല നനയ്ക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ മുടി ശരിക്കും, എന്നെ നേരത്തെ തൊട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയായിരിക്കും, ഞാൻ UK ചെന്ന് കഴിഞ്ഞൊരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ഇത്രയും ഒരു കൈ നിറയെ മുടിയായിട്ട് ഇങ്ങനെ കാണിച്ചായിരുന്നു, കൊഴിഞ്ഞു വന്നിട്ടുള്ളത്, ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ വീക്കിൽ 2 ദിവസം മാത്രം തല നനയ്ക്കലാക്കി. നമുക്ക് പെട്ടെന്ന് അങ്ങനെ നമ്മുടെ തല നനയ്ക്കാതിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കറ്റാർവാഴ ഇട്ടായിരുന്നു എണ്ണ തേക്കുന്നത്. അതും ആഴ്ചയിൽ ഞാൻ 2 ദിവസം മാത്രമാണ് എണ്ണ തേക്കുന്നത്. അഥവാ എണ്ണ തേച്ചാലും ഞാനാണെങ്കിൽ ആ എണ്ണ വെച്ചിട്ട് ഞാൻ പുറത്ത് പോകാറില്ല. കാരണം എപ്പോഴും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കി, നമ്മൾ എപ്പോൾ പുറത്തിറങ്ങിയാലും നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആക്കിയിട്ട് മാത്രമേ നമ്മൾ പുറത്ത് പോവുള്ളൂ. ഓയിലി സ്കാൽപ്പും വെച്ചുകൊണ്ട് നമ്മൾ പുറത്ത് പോകരുത്. കാരണം നമ്മുടെ തലയിൽ പൊടി പടലങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ട് പിന്നെ അത് കൂടുതൽ ഡാൻഡ്രഫ് ആകും. പിന്നെ UK എൻ്റെ തലയിൽ അത്യാവശ്യം നല്ലപോലെ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു എന്നും പറഞ്ഞാൽ അത് അങ്ങനെ എനിക്ക് ഒരുപാട് ഹെയർ ലോസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഈ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം ചോദിച്ചില്ലേ, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് അതിൽ നമ്മളൊരു വിശ്വാസം വെക്കണം. അത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ലപോലെ വളരും എന്നുള്ളൊരു വിശ്വാസം വെക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിലർ കണ്ടിട്ടില്ല, ഏത് ഓയിൽ യൂസ് ചെയ്തിട്ട് ശരിയാകുന്നില്ല, 1 മാസമായി 2 മാസം കൊണ്ട് യൂസ് ചെയ്ത്. ഒരിക്കലും നമ്മൾ ഏതൊരു ട്രീറ്റ്മെൻറ്റ് എടുത്താലും സഡൻ റിസൾട്ട് കിട്ടുന്നത് ഒന്നും തന്നെ നല്ലതല്ല. നമ്മൾ ഏതൊരു ട്രീറ്റ്മെൻറ്റ് എടുത്താലും സ്ലോലി ആയിട്ട് മാറി വരുന്ന ഒരു പ്രോസസ്സില്ലേ, ആ ഒരു പ്രോസസ്സിൽ വരുന്ന ഓയിലും ഒക്കെ ആയിരിക്കും നല്ലത്. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ ഏത് ഓയിലാണേലും അതിലൊരു ആത്മാർത്ഥത വെച്ചിട്ട് വേണം തേക്കാൻ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെന്ന് പറയുന്നത്, ഫിലിം മോഹം ഉണ്ടെന്ന് അറിയാം, കല്യാണം കഴിച്ചു പോയതുകൊണ്ട് അതൊരു നടക്കാത്ത ആഗ്രഹമായി തോന്നുന്നുണ്ടോടാന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ. കല്യാണം കഴിഞ്ഞിട്ടാണ് എനിക്ക് കല്യാണത്തിന് മുമ്പ് 5K ഫോളോവേഴ്സേ ഉള്ളായിരുന്നു, ഒരു 5000 അത്രേ ഉള്ളായിരുന്നു. കല്യാണത്തിന് ശേഷമാണ്, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞു, ഈ മെയ് വരുമ്പോൾ 4 ആകുന്നു. കല്യാണം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന ടൈമിലാണ് എനിക്ക്, എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് 1 കൊല്ലത്തിനുള്ളിൽ എനിക്ക് 100K ആയി. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഫിലിമിൽ പോകുന്ന കൊണ്ടിട്ട് എല്ലാ പഴയ ആൾക്കാരല്ലേ, അപ്പം അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മിക്കാണെങ്കിലും ഒരു പേടി, ബുദ്ധിമുട്ടല്ല, പുള്ളിക്കാരത്തേക്ക് ഒരു പേടി. പക്ഷെ എന്നാലും ഞാനത് പറയുമ്പം, ഇപ്പോൾ എന്തെങ്കിലും ഷൂട്ടോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമാണ്. കാരണം എന്നെ ഒരുക്കി ഫോട്ടോ ഒക്കെ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ അമ്മമാരും പറയത്തില്ലേ, അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് എന്തോ ആയിക്കോ, അങ്ങനെ ഒരു മൈൻഡായിരുന്നു എൻ്റെ അമ്മ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ടാണ്. പക്ഷേ ഇപ്പം ഞാൻ ട്രൈ ചെയ്തോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതുപോലെ അങ്ങ് ട്രൈ ചെയ്തിട്ടില്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്, സിനിമയിൽ മാത്രമല്ല, ഈ സിറ്റ്കോം, സീരിയൽ
അങ്ങനെയുള്ളതിലേക്കൊക്കെ ഓഫേഴ്സ് വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ത്രൂ. UK ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഫിലിമിൻ്റെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു UK വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. അത് ഞാൻ ഒഴിവാക്കിയതിൻ്റെ കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം UK ചെന്ന് കഴിഞ്ഞ് എനിക്കൊരു പാർട്ട് ടൈം സെറ്റായ ടൈമായിരുന്നു. ഞങ്ങൾ നിൽക്കുന്നത് ലണ്ടന് 1 അവർ മാറിയിട്ടാണ്. ലണ്ടനിലോട്ട് ഞങ്ങൾക്ക് 1 അവർ ദൂരമുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ എടുക്കുകയും ചെയ്യും. നമ്മൾ ഇങ്ങനെ UK വന്ന് നിൽക്കും. എനിക്ക് ജോലി ആയതുവേ ഉള്ളൂ. അപ്പം ഈ ജോലി കളഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലായിരുന്നു. എനിക്ക് പേയ്മെൻറ്റ് തരത്തില്ലെന്ന് പറഞ്ഞു. പേയ്മെൻറ്റ് ഇല്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ഫേമസ് ആർട്ടിസ്റ്റ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഈഗോയിൽ ടച്ച് ചെയ്ത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പോകണ്ട, കാരണം പൈസ തരുമായിരുന്നേ പോകാൻ, എന്തിന് ട്രാവൽ എക്സ്പെൻസ് എങ്കിലും തരുമായിരുന്നെങ്കിൽ പോകാമായിരുന്നു എന്ന് പറഞ്ഞു. ഈ ജോലി കളഞ്ഞിട്ട് പിന്നെ എനിക്ക് ക്ലാസ്സും ഉണ്ടായിരുന്നു. ക്ലാസ്സും കളഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പം നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര മോശമാണ്. അത് നാട്ടിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു നാട്ടിലായിരുന്നെങ്കിൽ കുഴപ്പമില്ല, പേയ്മെൻറ്റ് നമുക്ക് വേണ്ട. എന്നെ ഒറ്റയ്ക്ക് പോകാൻ എനിക്കും പേടിയാണ്, എൻ്റെ വീട്ടുകാർക്കും പേടിയാണ് എന്നെ ഒറ്റയ്ക്ക് വിടാൻ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് പോയത്. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എന്നേലും എപ്പോഴേലും ഒക്കെ സംഭവിക്കും. പിന്നെ എനിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര വീക്ക് ആയിന്നിപ്പം. ഒരു കുട്ടി അയച്ചേക്കുന്നത് ഇപ്പം എത്ര വീക്കായി, ഡ്യൂ ഡേറ്റ് എന്നാണ്. എനിക്ക് 36 ഞാൻ ഇന്നും വീഡിയോ വരാൻ നോക്കിയിരിക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെ കുറച്ച് പേര് പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ നേരത്തെ വരെ ലിപ്സിങ് വീഡിയോ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ഓൺ വോയിസ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് തന്നെ ആദ്യം ഒരു മടിയായിരുന്നു, ഞാനിത് ചെയ്ത വർക്കൗട്ട് ആവുമോ. തന്നെയല്ല എനിക്കെന്തോ ഒരു എൻ്റെ ഓൺ വോയിസിൽ വീഡിയോ ചെയ്യുന്നതിനെ പറ്റി എനിക്കൊരു ഒട്ടും താല്പര്യമില്ലാത്തിരുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓൺ വോയിസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കുറേ ഗർഭിണികളാണ് ഇഷ്ടം പോലെ. ഞാൻ ആലോചിക്കും ഇതിന് മാത്രം ഗർഭിണികളുണ്ടോ നമ്മുടെ നാട്ടിലെന്ന്. അതുപോലെ ഗർഭിണികൾ മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക്. അപ്പം ഇതിൽ ഈ കുട്ടി ചോദിച്ചേക്കുന്നത്, ഈ കുട്ടിക്കും 36 വീക്ക് ആയി. ഇപ്പം ഞാൻ 2 ദിവസം മുമ്പ് എനിക്കിപ്പോൾ 36 വീക്കും 4 ഡേയ്സും ആയിട്ടുണ്ട്. 4 ആണോ 5 ആണോ 4 ഡേയ്സും ആയിട്ടുണ്ട്. എൻ്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞേക്കുന്നത് മാർച്ച് 17 അതിന് മുമ്പ് കാണും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പീരീഡ്സ് വരുന്ന 30 ദിവസം ഉണ്ടെങ്കിൽ ഒരു മാസത്തിൽ അതിൽ 20 ഡേയ്സും എനിക്ക് ഓരോ മൂഡ് സ്വിങ്സ്, വയ്യാഴികൾ, മസിൽ പിടുത്തം, അടിവയറ്റിലും നടുവിനും വേദന, കണ്ണ് കിടന്നിങ്ങനെ പിടയ്ക്കും, കുറേ സിംറ്റംസാണ് എനിക്ക് പീരീഡ്സ് ആകുന്ന നേരത്ത്. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം പ്രഗ്നൻസിയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ക്ഷീണം കൂടുതലാണ്. പിന്നെന്താ, പിന്നെ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് ആ പീരീഡ്സിൻ്റെ ടൈമും ഞാനിങ്ങനെ ആലോചിക്കും. അതാലോചിച്ച് നോക്കുമ്പം ഇതെന്തുകൊണ്ടും ബെറ്ററാണെന്ന് തോന്നുന്നുണ്ട്. ചേച്ചിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നോ 3 മന്ത് വരെയെന്ന്. അപ്പോൾ എനിക്ക് 3 മാസം വരെ എനിക്ക് അങ്ങനെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയാനാ, എനിക്ക് ഭയങ്കര അടിവയറ്റിൽ വേദനയും നടുവിന് വേദനയാണ്. ഇങ്ങനെ ചുരുണ്ടിങ്ങനെ ഇരിക്കുന്ന രീതിയിലത്തെ വേദനയായിരുന്നു. ട്യൂബ് പ്രഗ്നൻസിയിലാണ് അങ്ങനെ പെയിൻ വരാറുള്ളത്. അതുകൊണ്ടിട്ട് ട്യൂബ് പ്രഗ്നൻസി ആണോ എന്തെങ്കിലും ആണോ എന്നൊന്ന് കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുത്തെ തന്നെ NHS വിളിച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റും കിട്ടി. എല്ലാം പെട്ടെന്നായിരുന്നു അവിടെ. എന്നിട്ട് 6 വീക്ക് ആയപ്പോഴത്തേക്കും സ്കാനിങ് ചെയ്തു. അപ്പോഴൊക്കെ ആയിരുന്നു, എല്ലാം കുഴപ്പമില്ല. അത് കഴിഞ്ഞ് സ്കാനിങ് ചെയ്ത് കുറച്ച് ദിവസം എനിക്ക് ആ വേദന ഉണ്ടായിരുന്നു. പിന്നെ അത് നാട്ടിൽ വന്നു കഴിഞ്ഞ് 3rd മന്ത് സ്കാനിങ്ങിലാണ് എനിക്ക് പ്ലാസൻ്റ ലോ ലൈങ് ആണെന്ന് അറിഞ്ഞത്. അന്നേരമാണ് ഡോക്ടർ പറഞ്ഞത് ട്രാവലിംഗ് പറ്റത്തില്ലെന്ന്. ആക്ച്വലി ഞങ്ങൾ തിരിച്ചു പോകാനും അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. കാരണം എന്നിട്ട് പോയിട്ട് ഞാൻ ജോലിക്ക് പോയി, പിന്നെ അവിടെ നിന്ന് മെറ്റേണിറ്റി എടുത്തുകൊണ്ട് ഒരു 6 മന്ത് കഴിയുമ്പം നാട്ടിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ. അപ്പോൾ ഇവിടെ വന്നപ്പം പറഞ്ഞു പോകാൻ പറ്റത്തില്ല. കുറേ പേർക്കുള്ള ഉത്തരവാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നാ ഡേറ്റ് എന്ന് എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാർച്ച് 17 മാർച്ച് 17 കാണുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഒരു ഫെബ്രുവരി 25 കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോൾ വേണേലും പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്പോഴും പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാം. കാരണം 36 വീക്ക് കഴിഞ്ഞല്ലോ. അതുകൊണ്ടിട്ട് നമുക്ക് എപ്പോൾ വേണേലും ഇനിയും പെയിൻ വരുമോ അങ്ങനെയൊക്കെ നമുക്ക് എപ്പോൾ വേണേലും ഡെലിവറി പെയിൻ അല്ലെങ്കിൽ ഡെലിവറി ആകാൻ ചാൻസ് ഉണ്ട്. ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്തൊരാൾ. ഞാൻ ഹോസ്പിറ്റൽ ബാഗിലേക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒത്തിരി ഒന്നും വാങ്ങിച്ചില്ല. കുറച്ച് ഇപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടാണേലും എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് ഒരുപാട് വാങ്ങിച്ച് അവിടെ ഹോസ്പിറ്റലിൽ സ്ഥിരതാമസത്തിനല്ലല്ലോ പോകുന്നത്. അതുകൊണ്ടിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം അടുക്കി വെച്ചേക്കുവാണ്. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാം ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന ഇടാൻ. എനിക്കറിയത്തില്ല
പറ്റുമോയെന്ന്. കാരണം എപ്പോഴാണ് എന്തുവാ വേദന വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത് ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഇട്ടയാണ്. പ്രഗ്നൻസി ടൈം നീ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത കാര്യം എന്താണ്, ചേട്ടനെ അല്ലാതെ എന്ന് പറഞ്ഞവൾ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ ക്രിയേറ്റർ ആകുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സാധനം നമ്മുടെ സ്റ്റാൻഡും റിംഗ് ലൈറ്റും ഒക്കെയാണ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ സ്റ്റാൻഡ് റിംഗ് ലൈറ്റുമാണ്. കാരണം ഞാനാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടിക്കഴിഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടി ആദ്യമായിട്ട് വാങ്ങിച്ചതാണ് മറ്റേ വലിയ റിംഗ് ലൈറ്റും സ്റ്റാൻഡും പിന്നെ എക്സ്ട്രാ വേറൊരു സ്റ്റാൻഡും എല്ലാം വെച്ചിട്ട് എൻ്റെ റൂം ഒരു കൊച്ചു സ്റ്റുഡിയോ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പിലായിരുന്നു. ഇവിടെ അല്ല അവിടെ സെറ്റപ്പിലായിരുന്നു. അത്യാവശ്യം നല്ല വിലയുള്ളൊരു റിംഗ് ലൈറ്റായിരുന്നു. അതെന്തായാലും വലുതായതുകൊണ്ട് നമുക്ക് അവിടുന്ന് ചുമന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല, തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നത്. അതുകൊണ്ടിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതാണ്. കാരണം ഇപ്പം തന്നെ ഞാൻ ഇടുന്നത് തന്നെ വെട്ടം കുറച്ച് മങ്ങിയായിരിക്കുന്നത്. എനിക്ക് ആ വെട്ടമില്ലാത്തതിൻ്റെ നല്ല വിഷമമുണ്ട്. പിന്നെ UK എന്തായിരുന്നു ജോബ്, അവിടെ പോകാൻ ഒരുപാട് കാശായോ? ഓഫ് കോഴ്സ് കാശായോന്നോ, നല്ല പോലെ കാശായിട്ടുണ്ട്. ഞങ്ങൾക്ക് മൊത്തത്തിൽ PSW വരെ PSW എടുത്തതിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ആയിരുന്നു ഇറക്കിയിട്ടുള്ളത്. മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇതുവരെ അവിടെ ചിലവാക്കിയിട്ട് ഒരു 40 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം എൻ്റെ ഗോൾഡ് എടുത്ത് വിൽക്കുകയും ചെയ്തിട്ടുണ്ട്, പണയം വെക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയുടെയും വിനീതൻ്റെ അമ്മയുടെ ലോണൊന്നും എടുത്തില്ല. ലോൺ എടുക്കാൻ ഞങ്ങൾക്കൊരു പേടിയായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇത്രയും ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കടം വന്നത്. പിന്നെ കുറച്ച് വീട്ടിയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും സ്വർണ്ണമൊക്കെ എടുക്കാനുണ്ട് പണയത്തിൽ നിന്ന്. ഇങ്ങനെ സ്ട്രഗ്ലിങ് പീരീഡാണ് ഇപ്പോഴും. പിന്നെ എൻ്റെ ജോബ് UK എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഞാൻ UK KFCയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അടുത്ത ടീം മെമ്പറായിരുന്നു, ഫ്രണ്ട് ഹൗസിലായിരുന്നു. പിന്നെ എനിക്കിഷ്ടമുള്ള ജോലിയായിരുന്നു. കുറച്ച് നേരം നമ്മൾ ഫ്രണ്ടിലായതുകൊണ്ട് കസ്റ്റമറിനെ ഫേസ് ചെയ്ത് കുറേ നേരം നിൽക്കേണ്ടിയൊക്കെ വരും. ആ ഒരു ബുദ്ധിമുട്ടായി ഒഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയായിരുന്നു. എക്സൈറ്റിംഗ് ആണോ ഓർ ടെൻഷൻ ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഞാൻ ഇതുവരെ പ്രസവിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം എന്നെ അറിയാവുന്നവർക്കറിയാം, എപ്പോൾ ആര് കോൾ ചെയ്ത് എൻ്റെ അടുത്ത് ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് എങ്ങനെയും ആശുപത്രി പോയി പ്രസവിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ എന്തായാലും നിലവിളിക്കും, ബഹളം വെക്കും, നല്ല വേദനയാണ്, നമ്മൾ കേട്ടിട്ടുള്ള അറിവ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അതിലാണ് എനിക്ക് എക്സൈറ്റ്മെൻറ്റ്. പിന്നെ ബേബി ഏതാണെന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അയൺ കാൽഷ്യം എല്ലാ ഡേയ്സും കഴിക്കാറുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ, അയണും ഒരു വൈറ്റമിൻ ടാബ്ലറ്റും ഞാൻ കഴിക്കുന്നുണ്ട്. എനിക്ക് കാൽഷ്യം കഴിക്കാൻ പറ്റത്തില്ല. എനിക്കൊരു 4 മന്ത് ആയപ്പം 2 കാൽക്കസ് 2 കിഡ്നിയിലും ചെറിയ സ്റ്റോൺ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഭയങ്കര പെയിനായിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയായിരുന്നു. പിന്നെ 3rd ട്രൈമസ്റ്റർ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ നല്ലപോലെ ഉണ്ട്. നമുക്ക് പീരീഡ്സ് ആകുന്ന പോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വേദന വിട്ട് വരുന്നുണ്ട് ഇപ്പം. ഈ ടൈമിൽ ഈ ഒരു 9 മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട്. അതിന് മുമ്പ് ഒരു വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്പോട്ടിങ് ഇപ്പം 2ാമത്തെ വട്ടവും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പെൽവിക് പെയിൻ എനിക്ക് 6 മന്ത് കഴിയാറായപ്പോൾ തൊട്ട് പെൽവിക് പെയിൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നടു ഉളുക്ക് വീഴുക. ഉളുക്ക് വീണിട്ട് നമ്മളിങ്ങനെ ഫ്ലിപ്പായി ഇങ്ങനെ പോകുന്ന പോലെ, നമുക്ക് നടക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പെട്ടെന്ന് വീഴാൻ പോകുന്ന പോലൊരു ഇത് വരുന്നുണ്ട്. പിന്നെ ഇരിക്കാനും കിടക്കാനും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വയറിൻ്റെ അടിവശത്ത് അത്യാവശ്യം നല്ല പിടുത്തമുണ്ട്. പിന്നെ ശ്വാസം മുട്ടൽ. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സംസാരിക്കുന്നത് എന്തോരം ബുദ്ധിമുട്ടിയാണ്. പക്ഷെ എനിക്കിഷ്ടമാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഹെയർ ഓയിൽ, ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ നീലബൃങ്ങാതി ഓയിലാണ്. ഇപ്പോൾ 1 മാസം ആയിട്ടില്ല നീലബൃങ്ങാതി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ബേബി നെയിം ഇടാറൊന്നും ആയിട്ടില്ല. ഞങ്ങൾ കുറേ പേര് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൗസ് ഗോയിങ് പ്രഗ്നൻസി പീരീഡ്. മൈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് വൊമിറ്റിംഗ് ഉണ്ടായിരുന്നോ? വൊമിറ്റിംഗ് ഞാൻ ഈ ഒരു പ്രഗ്നൻസി ജേർണിയിൽ ഒരു 10 to 15 വരെ എങ്ങനെ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് വലിയ ഇങ്ങനെ തല കുത്തിക്കിടന്നുള്ള വൊമിറ്റിംഗ് ഇല്ല. ഒന്ന് വൊമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാറും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ 1, 2 അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഞാനങ്ങനെ ആ ഒരു വൊമിറ്റിങ്ങിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകത്തില്ല. പിന്നെ ഓക്കാനിക്കുമായിരുന്നു. അങ്ങനെ ഓക്കാനിച്ച് വയറിൻ്റെ അടിവശം വേദന എടുക്കുമായിരുന്നു. അങ്ങനെ വൊമിറ്റിങ് വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല പ്രഗ്നൻസിയിൽ. പിന്നെ ഞാൻ അങ്ങനെ വൊമിറ്റിംഗ് പേഴ്സൺ അല്ല. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കൊന്ന് പ്രഗ്നൻ്റ് ആയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വൊമിറ്റ് ചെയ്യുന്നത്. പ്രഗ്നൻസി സ്റ്റാർട്ട് ആയപ്പോൾ മുതലാണോ ഹെയർ ഇത്രയും ഗ്രോത്ത് ചെയ്യാൻ തുടങ്ങിയത്? ചേച്ചിയുടെ ഹെയർ ഓയിൽ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നീലബൃങ്ങാതി ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പണ്ട് മുതലേ ഉണ്ട്, ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയ സാധനമാണ്.
മുടി. പ്രഗ്നൻസി സിംറ്റംസ് ബിഫോർ ടെസ്റ്റിംഗ്. എന്ത് സിംറ്റംസ് ആണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്നു. കാരണം നമ്മൾ പ്ലാൻഡ് ആയിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്നു പ്രഗ്നൻ്റ് ആവുന്നു. പക്ഷേ എനിക്ക് പീരീഡ്സ് ആകുന്ന പോലെ എനിക്ക് ഡേറ്റ് ഒരു 10 ആയിരുന്നെങ്കിൽ ആ 10-നൊരു 10 ദിവസം മുമ്പ് തന്നെ എനിക്ക് പെയിൻ തുടങ്ങി. അടിവയറ്റിൽ ഭയങ്കര വേദന, നടുവേദന, അങ്ങനെയാണ് എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ ഉള്ള പെയിൻ പോലെ തന്നെ. പക്ഷേ ക്ഷീണം ഉണ്ടായിരുന്നു. എൻ്റെ ഈ കണ്ണിന് ഇവിടെ ചുറ്റും ഇങ്ങനെ കറുത്തിട്ട് എൻ്റെ കൊളീഗ്സൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു, എന്താ വയ്യാലോ തീരെ, ഭയങ്കര ക്ഷീണം മുഖത്തെന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ഞാനൊരു 10 ആ ഡേറ്റെങ്കിൽ ഞാനൊരു 8-ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നെഗറ്റീവാണ് കാണിച്ചത്, പോസിറ്റീവ് കാണിച്ചില്ലായിരുന്നു. അപ്പം ഞങ്ങൾ കരുതി അപ്പോൾ പ്രഗ്നൻ്റ് അല്ലായിരിക്കും എന്നുള്ള ഒരു ഇതിൽ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് അപ്പോൾ 10-നാകേണ്ടത് 17 ആയിട്ടും എനിക്കായില്ല. അപ്പം എനിക്ക് തീരെ വയ്യതാനും. എനിക്ക് തീരെ വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡെഡായിരുന്നു. എനിക്ക് വയറുവേദനയും നടുവേദനയും പിന്നെ എന്തൊക്കെയോ ഭയങ്കര മൂഡ് സ്വിങ്സും കാര്യങ്ങളും. കാരണം ആവശ്യമില്ലാണ്ട് ചൂടാവുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ സീരിയസ് ഇഷ്യൂ ആയിരുന്നു എനിക്കുണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞൊരു 17 ആയപ്പം ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ 10-നായിരുന്നു വരേണ്ടത്, 17-ന് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് അങ്ങ് നോക്കാം. ഞാൻ പറഞ്ഞു ഇല്ല, അന്നേരം ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ കാണിച്ചില്ലല്ലോ, അതുകൊണ്ടിട്ട് ആയിരിക്കത്തില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങോട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വെറുതെ എന്തിനാ. അന്നേരത്തേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഓക്കെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ചില്ലായിരുന്നു. എന്നാലും പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഞാനുണ്ടാക്കുന്ന ഫുഡൊന്നും എനിക്ക് പിടിക്കത്തില്ലായിരുന്നു. അടുത്തത്, ആർ യു എക്സൈറ്റഡ് അബൌട്ട് ദ ജെൻഡർ ഓഫ് ബേബി, യു പ്രിഫർ വാട്ട്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ജെൻഡർ എല്ലാ അമ്മമാരെയും പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് കുഞ്ഞിൻ്റെ ജെൻഡർ ഏതാണെന്ന് അറിയണം എന്നൊക്കെ. ഞാനിപ്പോൾ UK എനിക്കൊരു 5 മന്ത് ആകുമ്പോൾ അനോമലി സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ജെൻഡർ റിവീലൊക്കെ നടത്താമായിരുന്നു. പക്ഷേ അല്ല, എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി എന്നുള്ളൊരിതായിരുന്നു. പിന്നെ എനിക്കിത് പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട്, കാരണം എനിക്ക് കൂടുതൽ ബേബി ഗേളിനെയാണ് ഇഷ്ടം. പക്ഷേ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലൊരു തോന്നൽ ഇത് ബോയ് ആണെന്നുള്ളൊരു തോന്നലിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടിട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ബോയ് എന്നൊരു തോന്നലുണ്ട്. പിന്നെ ഗേളിനോടായിരുന്നു താല്പര്യം കൂടുതൽ. പക്ഷേ രണ്ടാണേലും നമ്മുടെ കുഞ്ഞല്ലേ, ഏതാണേലും നമുക്ക് ജെൻഡറിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ സ്വന്തം കുഞ്ഞിങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഇതല്ലേ. അത് ഏത് കുഞ്ഞാണേലും എന്താ, ആണായാലും പെണ്ണായാലും എന്ത് കാര്യം. അതുകൊണ്ടിട്ട് ഏതാണേലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പം പിഗ്മെൻറ്റേഷൻ ഉണ്ടായിട്ടുണ്ടോ പ്രഗ്നൻസിയിൽ? പിഗ്മെൻറ്റേഷൻ എന്ന് പറയാൻ നമ്മുടെ ഈ അരിമ്പാറ പോലത്തെ സാധനമില്ലേ, ആ സാധനം എൻ്റെ മുഖത്തിൻ്റെ ഇവിടെയൊക്കെയും പിന്നെ ഈ കഴുത്തിലൊക്കെ നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഇവിടെ എല്ലാം ഇങ്ങനൊരു ചെറിയ ചെറിയ ഉണ്ണി പോലും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അത് പ്രഗ്നൻ്റ് ആയതിനു ശേഷം. പിന്നെ പിഗ്മെൻറ്റേഷൻ എന്ന് പറയാൻ എനിക്ക് പിമ്പിൾസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു പീരീഡ്സ് ആകുമ്പോൾ, അപ്പം ഡേറ്റ് ആകുമ്പം എനിക്കിപ്പോഴും അങ്ങനെ വരാറുണ്ട്. പീരീഡ്സിൻ്റെ ഡേറ്റ് അടുക്കാറാവുമ്പം വരുന്ന പോലെ തന്നെ ഈ ഓരോ മന്തിലും എനിക്ക് അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുരുവും അങ്ങനെയൊക്കെ പിമ്പിൾസൊക്കെ വരാറുണ്ട്. പിന്നെ അങ്ങ് ഒരൊറ്റ കുരു അങ്ങനെയൊക്കെ അല്ല, മുഖം നിറയെ കുരുവും വൃത്തികേടൊന്നും ആയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ കഴുത്തും നല്ലപോലെ കറുത്തിട്ടുണ്ട്. എൻ്റെ ബോഡി മൊത്തത്തിൽ ഇരുണ്ടു. അതിൻ്റെ കൂടെ തന്നെ കഴുത്ത്, അണ്ടർ ആംസും ഒക്കെ ഭയങ്കര ഡിസ്കളറേഷൻ ഭയങ്കരമായിട്ടുണ്ട്. നല്ലപോലെ ഉണ്ട്, നല്ല വൃത്തിക്ക്. അതൊക്കെ ഇത് കഴിയുമ്പോൾ മാറുമായിരിക്കും. യുവർ വെയിറ്റ് ബിഫോർ ആൻഡ് നൗ. എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആകുന്നതിന് 1 മാസം മുമ്പ് ഞാൻ ഷുഗർ ഡയറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ 70 കിലോ ആയിരുന്നു. അതിൽ നിന്ന് 3 കിലോ കുറഞ്ഞ് 67 ആയിരുന്നു. പ്രഗ്നൻ്റ് ആയപ്പോൾ ചെന്ന് നോക്കിയപ്പം എനിക്ക് പ്രഗ്നൻ്റ് ആയ 1 മാസം കഴിഞ്ഞായിരിക്കുമല്ലോ നമ്മൾ അറിയുന്നതും നോക്കുന്നതും. അപ്പം എനിക്ക് 69 ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് 80 ആയിട്ടുണ്ട്. പിന്നെ പ്രഗ്നൻസി ജേർണി വീഡിയോ ഇടണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പം അങ്ങനെ ജേർണി ആയിട്ട് പറയാൻ, ഫുള്ളൊരു ജേർണി എന്ന് പറയാൻ ഞാനിപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഇടുന്നുണ്ടല്ലോ ഓരോരോ പാർട്ടായിട്ട്. പിന്നെ തന്നെയല്ല, ഞാൻ എൻ്റെ പ്രഗ്നൻസി റിവീൽ ചെയ്തത് 5 മന്ത് കഴിഞ്ഞിട്ടാണ്. അനോമലിയും കഴിഞ്ഞ് 6 മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്താണ് പ്രഗ്നൻസി റിവീൽ ചെയ്തത്. അപ്പം അതുവരെ നമ്മൾ അങ്ങനെ ഇങ്ങനെ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ ഒന്നും എടുത്തിട്ടുമില്ല. തന്നെയല്ല, എനിക്ക് റിവീൽ ചെയ്യണമെന്നില്ലായിരുന്നു, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ചെയ്യണമെന്നായിരുന്നു താല്പര്യം. പക്ഷേ എനിക്ക് കൊളാബറേഷനൊക്കെ വന്നത് കൊണ്ടിട്ട് ഞാനങ്ങ് ഇട്ടു. കാരണം അതിൻ്റെ കുറച്ച് പ്രൊഡക്റ്റിൻ്റെ ഒക്കെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാനങ്ങ് എല്ലാവരോടും റിവീൽ ചെയ്ത്. പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഏജ് ആയെന്ന് കേട്ടോ. ഞാൻ 1999 നവംബർ 26-നുള്ളതാണ്.
25 കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും എന്നെ ചേച്ചിന്ന് വിളിക്കുന്നുണ്ട്. എന്നെക്കാ മൂത്തവർ വരെ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ എനിക്കറിയാം എന്നെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പ്രായം തോന്നിക്കും, അതുകൊണ്ടിട്ടാണെന്ന്. ഇറ്റ്സ് ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചെറിയ വിഷമമുണ്ട്, എന്നാലും പിന്നെ ചേച്ചി പഠിക്കുമായിരുന്നോ അതോ ജോബ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു? ഞാൻ ജനുവരിയിലായിരുന്നു പഠിച്ചു കഴിഞ്ഞത്. പിന്നെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നാട്ടിൽ ഓഗസ്റ്റിൽ വരേണ്ടതുകൊണ്ട് ഞാൻ മെയിനായിട്ടൊരു ഫുൾ ടൈം ജോബിലോട്ട് കയറിയിട്ടില്ല. കാരണം നമ്മളൊരു ഫുൾ ടൈം ജോബിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലീവിൻ്റെ കാര്യത്തിലൊക്കെ ഇത് വരുമെന്നുള്ളൊരിതിൽ ഞാനൊരു പാർട്ട് ടൈം തന്നെ ജോബ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇനി എന്നാ യു കെയിലോട്ട് മേ ബി ചിലപ്പം ജൂലൈയിലോ ഓഗസ്റ്റിലോ ചിലപ്പം പോവും. പിന്നെ ഹരിപ്പാടാണോ വീട്? അല്ല, മുതുകുളം. ഹരിപ്പാടിനും കായംകുളവും സെൻറ്ററാണ് ഞങ്ങളുടെ മുതുകുളം. ക്വസ്റ്റ്യൻ എൻ്റെ അമ്മ. ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ നാടാണോ ലണ്ടനാണോ നല്ലത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറയും നാടാ നല്ലത്. കാരണം ഞാൻ ഭയങ്കര ഫുഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആക്രാന്തമേ ഉള്ളൂ, കാണുമ്പോൾ കുറച്ച് തിന്നും അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഒരുപാട് ഓവറായിട്ട് വലിച്ചു വാരി തിന്നത്തില്ല. ലണ്ടൻ ലൈഫ് എന്ന് പറയുമ്പം നമുക്ക് തിരക്കാണ്, നമുക്ക് എൻജോയിങ്ങിനുള്ള ടൈം കിട്ടാറില്ല. ഇവിടെ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുപിടിയിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ. അതുകൊണ്ടിട്ട് നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന പോലെ ഇത് നാടാണ് നല്ലത്. പിന്നെ ക്ലൈമറ്റ് വൈസും പിന്നെ വേജസ് വൈസും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ലണ്ടൻ ബെറ്ററായിട്ട് തോന്നും. ഇതിന് എനിക്കൊരു ആൻസർ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഇത്രയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞില്ലേ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം എന്താ സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുകളാണ് എല്ലാവരും അയച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻസിനെല്ലാം ഞാൻ ആൻസറും പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു പ്രഗ്നൻസിയിൽ ഞാൻ എപ്പോഴും നോക്കുന്നത് ഹാപ്പി ആയിട്ടിരിക്കാനാണ്. പിന്നെ മറ്റുള്ളവർ പറയുന്നതൊന്നും ചെവി കൊടുക്കാനേ ഞാൻ പോകാറില്ല. പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ, അതിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡാണേലും എന്നെ ഒന്നിനും അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യത്തില്ല. പിന്നെ ചെയ്യുന്നത് എൻ്റെ വീട്ടുകാരാണ്, എൻ്റെ അച്ഛനും അമ്മയും. അച്ഛനല്ല അമ്മയായിരിക്കും, പക്ഷെ അമ്മ ഇപ്പോൾ സപ്പോർട്ടാണ്. കാരണം ഞാൻ എൻഗേജ്ഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തെയും സപ്പോർട്ടാണ്. പിന്നെ കുറേ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി പേര് വിമർശിക്കാനുണ്ട്, ഒത്തിരി പേര്. കാരണം ഞാൻ ഇന്നേ വരെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്ളോഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഞാൻ വന്നിട്ടില്ല. നമ്മളെ വെറുക്കുന്നവർ ഒരുപാട് പേരുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ പോലും അറിയണം നമ്മളെ സ്നേഹിക്കുന്നത്. കാരണം ഒരുപാട് പേര് എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയത്തക്ക നെഗറ്റീവ് കമൻറ്റ്സ് ഇല്ല. പക്ഷെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഒരാൾ ഇട്ടേക്കുന്നുണ്ട്, ലോകത്തിലെ ഒരു കർഫിണി എന്നും പറഞ്ഞിട്ട്. അങ്ങനെയുള്ള റാൻഡം കമൻറ്റ്സ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് എനിക്ക് അങ്ങനെ നെഗറ്റീവ്സ് ഒരുപാടൊന്നും പറയാനില്ല. പിന്നെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ വരുന്നതേ ഉള്ളൂ, അല്ലാണ്ട് നെഗറ്റീവ് ഇല്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഒരുപാട് ഗർഭിണികൾ മെസ്സേജ് അയക്കും, പിന്നെ ഒരുപാട് പേര് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കും, നമ്മൾ സുഖമാണോ എന്നും നമ്മളെപ്പറ്റി എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയൊക്കെയുണ്ട്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് തരുന്ന സപ്പോർട്ടിനും എല്ലാം നന്ദി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുവരേക്കും ബൈ ബൈ. ഹായ് ബൈ ബൈ പറയൂ. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞുവാവ വരുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, പാക്ക് ചെയ്ത് വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം. പിന്നെ എല്ലാം സുഖമായിട്ട് പോകുന്നു. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.